മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
അറിയുന്നു ലാസറിനെ പ്രതി വിലപിച്ചവൻ നിൻ ഗദ്ഗതമെല്ലാം അറിയുന്നു പ്രിയരെ ഓർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ പ്രിയരെ ഓർത്ത് കരയും നേരം മാനസമിരുളി താഴരുതേ കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും കാൽവരി മേലെ സ്വയബലിയായോൻ നിറയും മിഴിനീർ നീക്കിയിടും. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുകളിൽ പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്ര
മണ്ണിലെ ഭവനം ഇടത്താവളം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറയും, സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. വിധവയോ തൻ കൊച്ചു കാശു നൽകിയ പോലെ ത്യാഗപൂർവം നൽകി നാമോ ഉത്തമരാകാം.
മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. അലസരായി നാം തിന്മയിൽ പെട്ടുറങ്ങിപ്പോയാൽ നഷ്ടമാകും നിത്യജീവൻ, അതു നിശ്ചയം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി. മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനും മനുജരുമായി ഇല്ലതോർക്കേണം. ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനും മനുജരുമായി ഇല്ലതോർക്കേണം. നിത്യമായി നിലനിൽക്കും ഏകമാം ബന്ധം, സ്നേഹരൂപൻ ഏകനാകും ദൈവവുമായി. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി. മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാക്കി ലോകം നേടിയെന്നാലും
മലമതിൽ തെല്ലുമില്ലെന്നോർത്തിടേണം നീ. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ശാന്തി തീരത്തെത്തി നിൽക്കും പൂർവികരോടാ, ശാന്തിയിൽ നിലനിൽക്കുവാനായി പ്രാർത്ഥിച്ചിടാം. ശാന്തി തീരത്തെത്തി നിൽക്കും പൂർവികരോടാ, ശാന്തിയിൽ നിലനിൽക്കുവാനായി പ്രാർത്ഥിച്ചിടാം. ശാന്തി നൽകും ദൂതരായി മന്നിതിൽ വാഴാം. വിനയപൂർവം ജീവിതത്തെ നവ്യമാക്കിയിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. നശ്വരമാമിഹലോക ജീവിതം തന്നിൽ കലഹം മൂലം നാശമാ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി, ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടത് വാങ്ങി, ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും
കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും? ആത്മക്ലേശമതിൻ ബലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കെരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ഷെക്കീനായും ഉണ്ടവിടെ. കൂടാരത്തിനകത്തുണ്ട് ഷെക്കീനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയും ധൂപമുണ്ട്. മേശമേലൻ്റപ്പമുണ്ട്. പ്രാർത്ഥനയും ധൂപമുണ്ട്.
മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഇപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഈ ലോകം വിട്ട് സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ അഭിഷേക പ്രാർത്ഥനയോടെ നമുക്ക് യാത്ര നൽകാം. ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് മനസ്സിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പരിശുദ്ധ സമാധാനവും പ്രത്യാശയും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്
തേജസ് സർവ്വതിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നിന്റെ ദരിദ്രത നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകും. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുഴലിക്കാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. അതിന്റെ സ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകും. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തിനുണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ദിവസങ്ങൾ പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങളത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ അത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോട് നിക്ഷേപം കൊള്ളും, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയാണ് ഞാൻ എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ ഞങ്ങളെ തയ്യാറാക്കുകയും ദയാധിക്കുന്ന ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു പാടിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശാ, ഞങ്ങൾ കരുണ നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലപ്പുപകർന്നീടും. മർത്യന തുടരുന്നു. ക്ഷയമുള്ളോരം ക്ഷയനാകും. മർത്യതയേവും സകലേശം നിധനാം യോധ
സഫലമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നയും അഖിലേശാ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരൊത്തുവരം ഭാഗ്യേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരൻ എന്റെ സഹോദരൻ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവരോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കിയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും സ്വർഗത്തോടും എഴുന്നള്ളി വരും. നിശ്ചയം വെച്ച് നാട്ടികൾക്ക് നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് ഏൽക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശംസിക്കുകയും. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം വചനങ്ങൾ 24. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ വിദ്യാലയത്തിലുമൊത്ത് സുരക്ഷിതമായി തീരുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. നിന്റെ അമൂല്യമായ രക്തത്തിൽ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങൾ കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. വഴി മനുഷ്യവസത്തിനെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്ന് എന്റെ വാദത്തിന് പ്രവിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വകരാജ്ഞാവാസാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഇതിനെ ആശ്വസിക്കാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കടന്നൽ ചെറിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനുഗ്രഹിക്കുകയും ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ദൈവം
പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ദേശനിയായി സഹോദരിമാരാ മർത്താമറിയും ചെറുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാ മർത്താമറിയും ചെറുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുമീപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണും. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാ മർത്താമറിയും ചെറുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തികമാഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാ മർത്താമറിയും ചെറുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മൊഴി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും
ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, കൊച്ചുമക്കളെ, കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ വേർപാടിൻ്റെ അനുശോചനം ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 83 വർഷം ഈ ഭൂമിയിൽ വിവിധങ്ങളായ ഉത്തരവാദിത്വം നിർവഹിച്ച് തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകുന്ന ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് പ്രാർത്ഥനാ നിർഭരമായ യാത്രാമംഗളങ്ങൾ അർപ്പിക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. കരികുന്നം വെള്ളിയപ്പള്ളിൽ കുടുംബാംഗമായി ജനിച്ച് അവസാനം പോകുമ്പോൾ കലവറയിൽ മാനങ്ങൾ അംഗമായി തൻ്റെ ജീവിതം ഈ അമ്മ പൂർത്തീകരിക്കുകയാണ്. നല്ല മകളായി, നല്ല സഹോദരിയായി, നല്ല ഭാര്യയായി, നല്ല അമ്മയായി, നല്ലൊരു വെല്ലുമ്മയായി ഈ ഭൂമിയിൽ അവര് ജീവിച്ചു. ഈ അമ്മയുമായി ഇടപഴകിയവർക്കെല്ലാം വളരെയധികം സ്നേഹനിർഭരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുണ്ട്. പ്രത്യേകിച്ച്
പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു അമ്മയെ ലഭിച്ചതിൻ്റെ ആ സന്തോഷവും അതോടൊപ്പം ഇനി മുതൽ ശാരീരികമായി ഞങ്ങളോടൊത്തുണ്ടാവുകയില്ല എന്ന ദുഃഖവും അവരുടെ ഹൃദയത്തിലുണ്ട്. മനുഷ്യ ജീവിതത്തെ നമ്മൾ അളക്കുക എത്ര നാൾ ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ അമ്മച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോൺ സാറിന്റെ ഭാര്യയായി ഈ പൂക്കുമ്പൽ കളപ്പരയിൽ കുടുംബത്തിൽ വന്നതിന് ശേഷം തൻ്റെ ഭർത്താവിനോടൊത്ത് ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടെ അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ദൈവം നൽകിയ എല്ലാ മക്കളെയും നല്ല വിദ്യാഭ്യാസവും അതിനേക്കാൾ ഉപരിയായി നല്ല ആത്മീയ ശിക്ഷണത്തിൽ വളർത്തുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ മക്കളും നല്ല നിലയിൽ ജീവിക്കുവാൻ കാരണമായത്. വിദേശത്തും സ്വദേശത്തും നല്ല രീതിയിൽ ജീവിക്കുവാൻ ദൈവം അവർക്ക് അവസരം നൽകിയെങ്കിൽ അതിന്റെ പിന്നിൽ ഈ അമ്മയുടെ ത്യാഗവും ഈ അമ്മയുടെ പ്രാർത്ഥനയും ഈ അമ്മയുടെ പ്രോത്സാഹനവും അധ്വാനവും എല്ലാം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് മരണത്തിലൂടെ കടന്ന് നിത്യമായ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഞാനും നിങ്ങളുമെല്ലാം ജീവിതത്തിൽ ഈ ഒരു വാതായനത്തിലൂടെ, ഈ ഒരു വാതിലിലൂടെ, മരണമെന്ന വാതിലിലൂടെ കടന്നു പോകണം. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവം നന്നായിട്ട് ഒരുങ്ങി തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ അവസരം നൽകി എന്നത് ഈ അമ്മയോട് ദൈവം കാണിച്ച വലിയൊരു കൃപയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്നുള്ള മരണത്തേക്കാൾ തന്റെ ജീവിതത്തിന്റെ പുറകോട്ടുള്ള ജീവിതത്തെ കുറിച്ച് വിലയിരുത്തുവാനും ആ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കാണുവാനും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ സ്നേഹവും അവരുടെ പരിലാളനയും ഏറ്റുവാങ്ങുവാനും ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നത് വലിയൊരു ദൈവകൃപയാണ്. ആ അർത്ഥത്തിൽ നന്നായി ഒരുങ്ങി ദൈവത്തിന്റെ മക്കളിലേക്ക് ഇവർ യാത്രയാവുകയാണ്. ഞാൻ ഈ അവസരത്തിൽ മക്കളെ എല്ലാവരെയും, പ്രത്യേകിച്ച് കൂടെ താമസിക്കുന്ന മകനെയും മകളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം നിയോഗിക്കുകയാണ്. മോനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഈ അമ്മയോടും അപ്പനോടും കൂടെ താമസിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു മകനെടുത്ത കടമ അദ്ദേഹം നിർവഹിച്ചു എന്നത് അഭിനന്ദനീയമാണ്. മക്കളെല്ലാവരും അവരെ കൊണ്ടാകാവുന്ന രീതിയിൽ ഈ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു എന്നത് ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ വലിയ ഈ ഭാഗ്യത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ ആധുനിക ലോകത്തിൽ മാതാപിതാക്കന്മാര് അധികപ്പറ്റായി മാറുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മാതാപിതാക്കന്മാർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം നയം ചെയ്യുന്ന മക്കൾ ഏറെ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടവക മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കൃതാർത്ഥതയുണ്ട്. ഈ ദേവാലയത്തിലാണ് ഈ അമ്മച്ചി ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള എല്ലാ കൂദാശകളും സ്വീകരിച്ചത്. ഈ ദേവാലയം ഈ അമ്മയുടെ ആത്മീയതയുടെ സങ്കേതമായിരുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ആലയമായിരുന്നു അവർക്ക് സങ്കേതവും അവർക്ക് ആശ്വാസവും. അതുകൊണ്ട് ഈ ഇടവക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃതാർത്ഥതയുണ്ട്. ദൈവം നൽകിയ ഈ മകളെ എല്ലാ കൂദാശകളും നൽകി ക്രിസ്തീയ ശിക്ഷണത്തിൽ വളർത്തുവാൻ ഈ ദേവാലയത്തിന് സാധിച്ചു. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മകളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇടവക മാതാവ് ഈ അവസരത്തിൽ കൃതാർത്ഥതയുള്ളവരാണ്. അങ്ങനെ വിവിധങ്ങളായ രീതികളിൽ അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയെ കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും പകരാൻ കഴിയുന്നില്ലെങ്കിൽ ഈ
ജീവിതം വളരെ നിരന്തരമാണ്. യഥാർത്ഥത്തിൽ നാം നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നാം ഒരു സമൂഹത്തിന്റെ മുൻപിൽ വിശ്വാസിതരായി മാറും. മറിച്ച് ദൈവം തന്ന കഴിവുകളും ദൈവം തന്ന സാഹചര്യങ്ങളും ഉപയോഗിച്ച് ഒരു സമൂഹത്തിന് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി ജീവിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ ആ ജീവിതം ധന്യമായ ഒരു ജീവിതമായി മാറും. ആ അർത്ഥത്തിൽ ഈ അമ്മയുടെ സ്നേഹവും ഈ അമ്മയുടെ കരുതലും ഏറ്റുവാങ്ങി എല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ ദുഃഖിക്കുന്നു. കാരണം ശാരീരികമായി ഇനി ഇവർ നമ്മളോടൊത്തില്ല. ഈ ശവമഞ്ചത്തിൽ കടന്നുകൊണ്ട് ഈ അമ്മ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്റെ പ്രിയ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. സത്യത്തിൽ ഇതൊരു വലിയൊരു യാത്ര പറച്ചിലാണ്. നമ്മളെ വിദേശത്തേക്ക് ആളുകളെ അയക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. എയർപോർട്ടിൽ നമ്മള് എത്ര ആണ് പറഞ്ഞാലും നമുക്ക് ദുഃഖമുണ്ടാകും. അല്പസമയത്തേക്ക് മാത്രമായിരിക്കാം അവർ നമ്മൾ അകലുന്നുവെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് തിരിച്ചു വരാത്തൊരു യാത്രയാണ്. ഇത് എന്നേക്കുമായിട്ടുള്ള ഒരു പണിമുടക്കലാണ്. നമ്മളെ ഭവനത്തിൽ ആ കർമ്മങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ നമ്മൾ പാടിയൊരു ഗാനമുണ്ട്, വിടവാങ്ങുന്നതിന് തുടങ്ങിയ ഗാനം. അതിന്റെ ഈരവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. ഈ ഒരു ശരീര അവസ്ഥയിൽ ഒരിക്കലും ഇനി നമ്മൾ ഈ അമ്മയെ കാണുന്നില്ല. അതുകൊണ്ട് ഇതൊരു വലിയൊരു യാത്ര പറച്ചിലാണ്. പക്ഷേ നമ്മൾ കണ്ടുമുട്ടും. നമ്മുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗീയ ഭവനത്തിൽ നമ്മൾ ഈ അമ്മയെ കണ്ടെത്തും. അതുകൊണ്ടാണ് ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് പറയുക: എന്റെ പ്രിയ സഹോദരനെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യഥാർത്ഥത്തിൽ ഈ ബന്ധം തീരുന്നില്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആണ് ഇനി നാം ഈ അമ്മയുമായുള്ള നമ്മുടെ ബന്ധം സൂക്ഷിക്കുക. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ ഈ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ ബഹുമാനവും നമ്മുടെ നന്ദിയും എല്ലാം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒരിക്കലും പിരിയാത്ത ഈ ബന്ധം നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വേർപാടിന്റെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. ഞാൻ ജീവിതജാനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. പ്രകാശം ഉദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ, നിങ്ങൾ കരയരുതവിനേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ.
സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയി നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനകാലത്ത് സൽകൃത്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവജനമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നമുക്ക് സ്വന്തമാക്കി നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ നിർമ്മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശ്വാസത്തോടെ ആലയത്തിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ വസ്ത്രത്തെ വീണാണ്ട് പരിണിതയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ രാവിലെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ നീ മുഖത്തറിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാകരം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് എത്തിയത് സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു,
കുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും മകനയുടെ അന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്തു വലമാകേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമയരും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ മൃഗായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാമി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപികൾക്ക് പറഞ്ഞു കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് അത്യാശ്വാസം എടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുമ്പ് തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവനായ ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണുന്നു. അവർ നിത്യവനെ പരിഹസിക്കുന്നു. ആവശ്യപ്പെടുന്നു. നീ എന്തിനു വിഷാദിച്ച് കിടക്കുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിനെ സ്തുതി. തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശുദ്ധതാവേ ആ ശബ്ദമകരീയമായ നീതിയുടെ ദിവസത്തിൽ എന്റെ ദാസിയെ വിളിക്കുകയും എന്റെ വലുതാൻ നിർത്തുകയും ചെയ്യട്ടെ. പാപ
വാസത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ,
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ